ഹായ് ആൻറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം എൻ്റെ ചേച്ചീൻ്റെ വെഡ്ഡിങ് ആണ് ദിസ് കമ്മിങ് മന്ത്. ആളുടെ സ്കിൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്കിൻ. അപ്പം ഞങ്ങൾ കുറേ പേരിങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കപ്പിൻ്റെ ആവശ്യത്തിനായിട്ട്. കുറേ പേര് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പറയുന്നത് ഫേഷ്യൽസ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ സ്കിന്നിന് അപ്പം മുതൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണ്ട, അതിൽ അത്ര ലാസ്റ്റ് ചെയ്യില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ എനിക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല. ആൻറ്റിക്ക് ആവുമ്പോൾ ലൈക്ക് 30 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് കോസ്മെറ്റോളജിയിൽ. അപ്പം ആൻറ്റിക്ക് സ്കിന്നിന് അറിയാം. ആൻറ്റീനെ അപ്രോച്ച് ചെയ്താൽ കുറച്ചുകൂടെ മോർ സജഷൻസും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കിട്ടും എന്നുള്ളതുകൊണ്ട് ആൻറ്റിയുടെ അടുത്ത് അപ്രോച്ച് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാൽ പോലും യൂട്യൂബിലായാൽ പോലും എല്ലാവരും പറയുന്നത് പാർലേഴ്സ് വെറുതെ അവരുടെ ഏർണിങ്സിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താണ് പ്രോപ്പറായിട്ട് ഇങ്ങനെയാണ് ഒരു ബ്രൈഡ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സ്കിന്നിന്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ബ്രൈഡ്സ് ടു ബിയും ഈ ഒരു കൺഫ്യൂഷനിലാണ് പലപ്പോഴും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ പോപ്പുലർ ആയ സ്ഥിതിക്ക് അതിലൂടെയുള്ള ഒരു ക്യാൻവാസിങ്ങും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് പലരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു വേർഷനാണ് ഫേഷ്യൽ ഒന്നും ചെയ്യണ്ട, ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മേക്കപ്പ് വേറെ ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. അപ്പം നമ്മുടെ മേക്കപ്പിൻ്റെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. മോറോവർ നമ്മൾ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ദിവസത്തെ കാര്യമാണ്. ഒരു ഫംഗ്ഷൻ്റെ ഒരു ഒറ്റ ദിവസത്തെ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ കല്യാണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രെച്ച് ഓഫ് കുറച്ച് ദിവസങ്ങളാണ് നമ്മളുടെ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ. ഇപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ മേക്കപ്പ് അഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ലുക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു ലുക്കായിരിക്കണ്ടേ, നിങ്ങളെ സ്കിന്ന് ഓക്കെ ആയിരിക്കണ്ടേ, അതല്ലേ നിങ്ങൾക്ക് ഭംഗി എപ്പോഴും ഭംഗി കൂട്ടുക. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് പ്രിപ്പിംഗ് പ്രോഡക്ട്സ് ഉണ്ട്. പ്രൈമർ പോലെയുള്ള പ്രോഡക്ട്സും അതുപോലെ തന്നെ മേക്കപ്പ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ലാസ്റ്റിംഗ് ഫിക്സിങ് സ്പ്രേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഫേഷ്യൽ ചെയ്തുകൊണ്ടോ ക്ലീനപ്പ് ചെയ്തതുകൊണ്ടോ ഒരിക്കലും ഇതിൻ്റെ ലാസ്റ്റിംഗ് എഫക്റ്റ് ചെയ്യുന്നില്ല. നല്ല പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും ഒരിക്കലും പറയില്ല യു ഷുഡ് നോട്ട് ഡു എ ഫേഷ്യൽ എന്നുള്ളത്. പിന്നെ ഫേഷ്യൽ ഇസ് എ നറിഷിംഗ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പോരായ്മകൾ നികത്താനുള്ള കാര്യങ്ങളാണ് ഫേഷ്യലും ക്ലീനപ്പും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.